ഞാൻ രാജലക്ഷ്മി പിള്ളി, കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ യൂണിറ്റ് 5 BHSC 142-ൻ്റെ യൂണിറ്റ് 5 ചോളാസ്, പാണ്ഡ്യാസ് ആൻഡ് പലവാസ്, അതാണ് ഏരിയ തുടങ്ങാൻ പോകുന്നത്. ഇത് മുഴുവൻ സൗത്ത് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള, ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ്റ്റൻഷനാണ്. പല്ലവാസ് മഹാബലിപുരം സൈഡ്, പാണ്ഡ്യാസ് നോർത്ത് നമ്മുടെ മധുരൈ സൈഡ്, ചേരാസ് കേരള, അങ്ങനെ പോകുന്നു. അതൊരു അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആകെ മൊത്തം ഒരൊറ്റ പേരായിട്ട് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ തമിഴകം എന്ന് പറയും. തമിഴകം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തമിഴ്നാട്, കേരള, പുതുച്ചേരി, ലക്ഷദ്വീപ്, സദേൺ പാർട്സ്, ആന്ധ്രാപ്രദേശിന്റെ സൗത്ത്, കർണാടകയുടെ കുറച്ച് ഭാഗങ്ങൾ ചേർന്നാണ് തമിഴകം. ഇത് കൂടാണ്ട് ഇപ്പോഴത്തെ ഈ ചോള, ചേര, പാണ്ഡ്യാസിന്റെ ആ സംഘം പീരീഡിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചു പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിനി പല്ലവാസ് ആൻഡ് കലച്ചുരീസ് ആരാന്നൊക്കെ. പല്ലവാസ് എന്ന് പറയുന്നവർ അവരുടെ സ്ഥാനം തൊണ്ടൈ മണ്ഡലം എന്ന് പറയും. നോർത്ത് മോസ്റ്റ് പാർട്ടാണ് തമിഴ്നാടുണ്ട്. തൊണ്ടൈ മണ്ഡലം എന്ന് വെച്ചാൽ ഏരിയ. അപ്പൊ രണ്ട് നദിയുടെ നടുവിലാണ് ഇതിന്റെ സ്ഥാനം വരുന്നത്. അത് കാഞ്ചീപുരമാണ് ക്യാപിറ്റൽ ആയിട്ട് വന്നത്. പൊന്നയാറും പെന്നാറും ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഈ നദികളൊക്കെ വളരെ വറ്റി വരഞ്ഞു പോയി. പക്ഷെ അന്നത്തെ കാലത്ത് നല്ല വരുന്നു. പാലാറുണ്ടായിരുന്നു. അപ്പൊ അതേമാതിരി ഇപ്പൊ റിവർ ഒന്നും അത്രയും ഫ്ലറിഷിങ് അല്ല, പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്നു. കലാചുരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ബേസിക്കായിട്ട് ചേടി വർഗക്കാരാണ്. അവരുടെ സെൻട്രൽ ഇന്ത്യയും കല്യാണി ഇൻ ദ മോഡേൺ സ്റ്റേറ്റ്, കർണാടകന്റെ കല്യാണി സ്റ്റേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത് ലൊക്കേഷനാണ്, അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ് ഞാൻ ഈ പറയുന്നത്. ഇനി പല്ലവാസിനെ പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡ്, അതായത് നമ്മുടെ മെഡ്രാസ്, മഹാബലിപുരം ആ സൈഡ്. പല്ലവാസ് സതവാഹനന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. അതായത് ഫ്യൂഡൽ ലോർഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പവർ കൊടുക്കുകയാണ്, ഫ്യൂഡൽ ലോർഡ്സ് അവരായിരുന്നു. കുറെ കാലത്തിന് ശേഷം അവര് പാർത്തിയൻസ് വന്നിട്ട് ഒരു പ്രിൻസിപ്പൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള റൂളറാണ്. 247 മുതൽ 224 സെഞ്ചുറി വരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഇൻഡിജിനിയസ് ഗ്രൂപ്പ്, ഒരു ക്ലാൻ ആണ്, ഒരു ഗ്രൂപ്പാണ് അവര്, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ ക്ലാനിന് നമ്മൾ പറയുന്നത് ബട്ടക്ക ക്ലാൻ എന്നാണ്. ഇതിലെല്ലാത്തിലും ഇവരെങ്ങനെയാണ് എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മാട്രിമോണിയൽ അലയൻസസ് ആണ്. കല്യാണം, ഒരു രാജാവിന്റെ മകളെ രാജാവ് കെട്ടുക, അല്ലെങ്കിൽ ബ്രദറിനെ കൊണ്ട് വേറൊരു ഫാമിലിയിൽ കെട്ടിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ റിലേഷൻഷിപ്പ് ഡെവലപ്പായാണ് വെസ്റ്റേൺ കശ്യപാസും മാട്രിമോണിയൽ അലയൻസ് കൂടെ കാഞ്ചീപുരത്ത് എത്തുന്നു. പിന്നെ ശിവകന്ത, നാഗസത്രാണി ഇവരൊക്കെ മാരീഡ് ആണ്. ഡോട്ടേഴ്സ് അവരുടെ ശിവകന്തയുടെയും നാഗാരുടെ മാറ്റേഴ്സ് ചോള പ്രിൻസിനെയും നാഗ പ്രിൻസിനെയും മാമല്ലപുരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദ പ്രസന്റ് മഹാബലിപുരം ഈസ് പഴയ മണിവല്ലം അല്ലെങ്കിൽ മാമല്ലപുരം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഇമ്പീരിയൽ അല്ലെങ്കിൽ ഇവരുടെ റീജിയൻ വലുതായി വരുന്നു. അങ്ങനെയാണ് രാജാക്കന്മാരെ എക്സ്റ്റൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി ജിയോണോളജി എന്ന് പറഞ്ഞാൽ ഒറിജിൻ, എങ്ങനെ എന്നാണ് അർത്ഥം. ജിയോണോളജിന്റെ വേർഡ് മീനിങ് ആണ് ഒറിജിൻ. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതില് വിരുചക്ര ഇവരുടെ ഓരോ രാജാക്കന്മാരുടെയും ഒറിജിൻ പൂർവീകം എന്നാണ് തമിഴിൽ പറയാ. അത് കണ്ടുപിടിക്കണം. അപ്പോ ഈ പൂർവീകം കണ്ടുപിടിക്കുമ്പോൾ നാഗാ പ്രിൻസസിനെ ശതവാഹന ഫാമിലിയിലേക്ക് മാരേജ് ചെയ്യുന്നു. പിന്നെ ശതവാഹന ഡൈനാസ്റ്റി കുറഞ്ഞു വരുമ്പോഴത്തേക്കും അവര് ഇൻഡിപെൻഡന്റ് ആകുന്നു. അതിന്റെ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ ചെറുമകൻ കുമാരവിഷ്ണു, കാഞ്ചീപുരത്തുണ്ടായിരുന്ന കുമാരവിഷ്ണു, അവന്റെ കിങ്ഡം 200 സെഞ്ചുറിയില് കാഞ്ചീപുരത്തിനെ ക്യാപിറ്റലാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഏർലി പല്ലവ അല്ലെങ്കിൽ ആദ്യകാല പല്ലവാസും കലബാരാസും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അതിൽ കൂടെ അവര് പരസ്പരം ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഈ ആദ്യകാല പല്ലവാസിന്റെ ഒറിജിൻ, ജിയനോളജി. ഇനി ഇത് സിംഹവിഷ്ണു 575 മുതൽ 900 വരെ ഉണ്ടായിരുന്നു. പല്ലവാസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
പുരത്താണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതും. അപ്പൊ ഡിഫീറ്റ് ചെയ്തു, കലഹാരനെ ഡിഫീറ്റ് ചെയ്ത് ഈ പല്ലവാസിന്റെ, നമ്മൾ പറയും ഇമ്പീരിയൽ പല്ലവാസ് എന്നാണ് അവരെ പറയാറ്, 6-ാം നൂറ്റാണ്ടിൽ. അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ പല്ലവാസ് ചോളാസിന്റെ അടുത്തും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പാണ്ഡ്യാസിന്റെ അടുത്തും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മേലെ റോയൽ ടൈറ്റിൽസ് അവരെടുക്കുന്നുണ്ട്. അതായത് ഓരോ ഫൈറ്റ്, ഓരോ യുദ്ധം കഴിയുമ്പോൾ അവർക്ക് ഒരു പേര്, നാമം വരും. അവിനാശ, ലയൺ ഓഫ് ദ എർത്ത്, അങ്ങനെ അത് നമ്മൾ പറയില്ലേ പിന്നെ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത്. അതേമാതിരി ടൈറ്റിൽസ് എടുക്കുന്നത്. മഹാബലിപുരത്ത് ഒരു ആദിവരാഹ മണ്ഡപം കൂടിയുണ്ട്, കേവ് ടെമ്പിൾ ആണ്. അപ്പൊ അവിടെ കേവ് ടെമ്പിളില് ഇങ്ങേരുടെ 2 വൈഫിന്റെ കൂടെയുള്ള സ്ട്രക്ചർ ഉണ്ട്, കല്ലിൽ കൊത്തിയിട്ടുള്ള ശിലകളുണ്ട്, സിംഹവാഷ്ണുണ്ട്. അങ്ങേരുടെ മകനായ മഹേന്ദ്രവർമ്മ, അച്ഛൻ മരിക്കുന്നു, മഹേന്ദ്രവർമ്മൻ രാജാവാകുന്നു. പിന്നെയും കുറച്ചുകൂടെ വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു. ഒരുപാട് അക്കംപ്ലിഷ്മെന്റ്സ് ഉണ്ട് മഹേന്ദ്രവർമ്മന്. പുള്ളി നല്ല വീണ പ്ലെയർ ആണ്, നല്ലപോലെ ടെമ്പിൾ ബിൽഡിംഗ് അറിയാം, ലിറ്റററി വർക്ക്സ്, റൈറ്റിങ്സ് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമ, പെയിന്റിങ്, മ്യൂസിക് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. അതിൽ താല്പര്യമുള്ളവരെ പ്രൊമോട്ട് ചെയ്യും. ഇത് കൂടാണ്ട് ഒരുപാട് അഡിക്ഷൻ, അതായത് ഓരോ പേരിനും ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. പ്ലഷേഴ്സ്, മട്ടവെലിസ, അതൊരു ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് വെച്ചാൽ നാമം. അത് ഓരോ നാമത്തിനും പുള്ളിക്ക് നാമങ്ങൾ, ഒരുപാട് പേര്, വട്ടപ്പേരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതും എടുത്തിട്ടുള്ള ആളാണ് മഹേന്ദ്രവർമ്മ. മഹേന്ദ്രവർമ്മന്റെ പീരീഡില് നമ്മള് പല്ലവ ചാലൂക്യ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ കൂടെയും അവര് പരസ്പരം ഒന്നിനോടൊന്ന് ഇങ്ങനെ കോമ്പറ്റീഷനിൽ പോയിക്കൊണ്ടിരുന്നു. ചാലൂക്യയിലുള്ള, വടപ്പിയിലുള്ള ചാലൂക്യ രാജാവ് ഒരു വലിയൊരു ബാറ്റിൽ നടത്തുന്നുണ്ട്. ആ ബാറ്റിൽ വഴി പുഷ്യപുട്ടി ഡൈനാസ്റ്റിനെ, ഹർഷവർദ്ധന ഡിഫീറ്റ് ചെയ്യുന്നു മഹേന്ദ്രവർമ്മൻ കാഞ്ചീപുരത്ത് വെച്ച്. അപ്പോ അതിനുശേഷം വന്നിട്ട് പുലികേശൻ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് പല്ലവാസിന്റെ അവിടത്തേക്ക് ചാർജ് ചെയ്ത് വരികയാണ്. അപ്പൊ മഹേന്ദ്രവർമ്മൻ തന്റെ ക്യാപിറ്റലായ കാഞ്ചി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയായിട്ട് ഒരു പീസ് ട്രീറ്റി, സമാധാനപരമായ ചാലൂക്യൻ എംപറർ ഹർഷവർദ്ധനായിട്ട് ഒരു സന്ധി സംഭാഷണവും ചെയ്ത് അതിനെ, ആ വലിയ അറ്റാക്കിനെ മാറ്റുന്നു. ഇനി നരസിംഹവർമ്മൻ മഹേന്ദ്രവർമ്മൻ മരിച്ചുപോയപ്പോൾ മകനായ നരസിംഹവർമ്മൻ ടേക്ക് ഓവർ ചെയ്യുകയും അതിനുശേഷം ഗ്രേറ്റസ്റ്റ് പല്ലവ റൂളർ ആയിരുന്നു അങ്ങേര്. കാരണം മാമല്ല, ഗ്രേറ്റ് വാരിയർ, അതാണ് അതിന്റെ അർത്ഥം. മല്ലൻ എന്ന് വെച്ചാൽ വാരിയർ എന്നർത്ഥം, മാമല്ലൻ എന്ന് വെച്ചാൽ ഗ്രേറ്റ് വാരിയർ. ആ ടൈറ്റില് ഞാൻ നേരത്തെ പറഞ്ഞു, പേര് കിട്ടുക. അപ്പൊ നമുക്കിപ്പോ ഭരത് ഗോപി എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ആ ടൈറ്റിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെ ടൈറ്റിൽ ഉണ്ടായിരുന്നു. ചാലൂക്യ റൂളറെയും പുലികേശൻ സെക്കൻഡെയൊക്കെ കീഴ്പ്പെടുത്തുകയും വടപ്പിയിലല്ല, വടപ്പിക്കൊണ്ട, കാരണം കൊണ്ടെന്ന് വെച്ചാൽ കൊണ്ടവൻ എന്നർത്ഥം, തമിഴില് കൊണ്ടവൻ എന്നർത്ഥം. വടപ്പിക്കൊണ്ടെന്ന് വെച്ചാൽ കോൺകറർ ഓഫ് വടപീനെ തനിക്ക് അടിമപ്പെടുത്തിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. ചോരചേള പാണ്ഡ്യാസും ഇങ്ങേരുടെ കയ്യിൽ നല്ല പണി കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. ഇത് കൂടാണ്ട് ശ്രീലങ്ക, അതേമാതിരി അവിടേക്ക് ആൾക്കാരെ പറഞ്ഞിരിക്കുക, ശ്രീലങ്കൻ പ്രിൻസുമായിട്ടുള്ള സപ്പോർട്ട് വയ്ക്കുക. അപ്പൊ പല്ലവ റൂളർ ആർമി അവർക്ക് ശ്രീലങ്കയ്ക്ക് ആവശ്യം വരുമ്പോൾ സഹായ സഹകരണങ്ങളും ഈ പ്രിൻസ് കൊടുക്കുന്നുണ്ട്. ഇനി മനമാവന എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം പല്ലവ കിങ് ആയിട്ട് വരുന്നതാണ്. നേവൽ എക്സ്പെഡീഷൻ പോയിട്ട് നമ്മള് നേവിക്കാരുടെ സിലോൺ, നമ്മുടെ കാഞ്ചീപുരം അല്ലെങ്കിൽ തമിഴ്നാട് ഡൗൺ ആണ്. അപ്പൊ അവർക്ക് ശ്രീലങ്കയ്ക്ക് വേണ്ട ഫ്ലൈറ്റ്, അതായത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കപ്പലുകളോ അല്ലെങ്കിൽ ആയുധക്കോപ്പുകളോടുള്ള ആർമി, നേവൽ ആർമി സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ചൈനീസ്, ഇതിനെപ്പറ്റി നമുക്ക് എങ്ങനെയാ അറിവ് കിട്ടുന്നത് വെച്ചാല്, ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലറായ ഹ്യുവൻസാങ് ആണ് കാഞ്ചീപുരം 1642 വന്ന സമയത്ത് ഇങ്ങനെ സിലോണുമായിട്ടുള്ള പല്ലവ റൂളറിന്റെ അല്ലെങ്കിൽ പല്ലവ രാജാവിന്റെ അറിവിനെ സമ്പാദിച്ച അങ്ങേരുടെ റൈറ്റിംഗ്സിൽ എഴുതിയിരുന്നു. ഇനി മഹേന്ദ്രവർമ്മൻ രണ്ടാമൻ
അങ്ങേരെ അടുത്ത റൂളറാണ്. പക്ഷെ വളരെ കുറച്ച് സമയമേ റൂളറായിട്ട് ഇരുന്നിട്ടുള്ളൂ. ഈ എനിമിറ്റി പല്ലവാസ്, ചാലൂക്യാസ് ഇതൊക്കെ ഇങ്ങനെ ആകെ മൊത്തം ഒരു ഡിസ്റ്റർബൻസ് ഉള്ള സമയമാണ്. അപ്പൊ ചാലൂക്യൻ കിങ് വിക്രമാദിത്യ ഫസ്റ്റ് അപ്പൊ വെസ്റ്റേൺ ഗംഗ എംപററായി എടുക്കുകയും ഡിഫീറ്റ് ചെയ്ത് അങ്ങേര് മഹേന്ദ്രവർമ്മൻ രണ്ടാമനെ കൊല്ലുകയും ചെയ്യുന്നു. ഈ സമയം പല്ലവ ക്യാപിറ്റലായ കാഞ്ചീപുരത്ത് കാഞ്ചീപുരത്തിനെ കീഴ്പ്പെടുത്തി അവനവന്റെ റൂളിൽ ചാലൂക്യന്റെ ബദാമി ചാലൂക്യ റൂളിലേക്ക് കീഴ്പ്പെടുത്തി കൊണ്ടുവന്നു. ഒരു തോറ്റു കഴിഞ്ഞാൽ പോകും. പരമേശ്വരന്റെ കാലഘട്ടത്തിൽ ഇത് തന്നെ നടക്കുന്നത്. ഉർഗാണ്ട എന്ന് വെച്ചാൽ ദണ്ഡ എന്ന് വെച്ചാൽ റോഡ് എന്നാണ് അർത്ഥം. അപ്പോ ടൈറ്റില് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ടൈറ്റിലാണ്. ഈ ടൈറ്റിൽ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടം അനുസരിച്ചും അവനവന്റെ കഴിവനുസരിച്ചിട്ടുള്ള പേരുകൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഇങ്ങനെ റാണസേരിക്ക എന്ന് വെച്ചാൽ ടൈറ്റിൽ ചാലൂക്യന് കിട്ടുന്നത് എംപറർ വിക്രമാദിത്യ. അപ്പോ നരസിംഹവർമ്മൻ രണ്ടാമൻ വളരെ പീസ്ഫുൾ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടും രണ്ട് രാജ്യങ്ങളും കൂടെ ഒന്നാകാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല ചൈനയിലേക്ക് നമ്മുടെ ആധികാരികളെ പറഞ്ഞേക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദിവർമ്മൻ അടുത്തത്. നന്ദിവർമ്മൻ ഒരു ട്രീറ്റി സൈൻ ചെയ്യേണ്ടി വന്നു. കാരണം ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റിയാണ്. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മളെ ഒരാള് എന്താ പറയാ കീഴ്പ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു ട്രീറ്റി സൈൻ ചെയ്യാണ്. അപ്പോ അങ്ങേരെ ഡിഫീറ്റില് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കൂടാണ്ട് പരമേശ്വരവർമ്മന്റെ മരണശേഷം നന്ദിവർമ്മൻ രണ്ടാമൻ റോഡിൽ രാജാവായിട്ട് ഇരിക്കുന്നു. ഒരു കൊളാട്രൽ ബ്രാഞ്ചസ് ആരുമായിട്ട് പല്ലവാസ് കടവാസുമായിട്ടും ഭീമവർമ്മന്റെ പിൻഗാമികളാണ് അവരുമായിട്ടും ബ്രദറിന്റെ സിംഹവഷ്ണുവിന്റെ ബ്രദറായിട്ടും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കടവ എന്ന് വെച്ചാൽ അനദർ ബ്രാഞ്ച് ആണ്. അപ്പൊ അവരുമായിട്ട് ഒരു ലൈൻ എടുക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഫൈറ്റ് വിത്ത് വിക്രമാദിത്യ വരുന്നുണ്ട്. വിക്രമാദിത്യ പല്ലവ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്യുന്നു. ഇനി സക്സസേഴ്സ് എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ രാജ്യക്കാന്മാരും ഇങ്ങനെ വന്ന് വരുമ്പോഴത്തേക്കും അവർക്ക് ഓരോ ലൈൻ ഉണ്ട്. ലൈൻ ഓഫ് ലെനിൻസി എന്ന് വെച്ചാൽ അവരുടെ ഓരോ പീരീഡ് അത് ഇത്ര വർഷം അങ്ങനെ പോയിക്കൊണ്ട് അതിനാണ് ലീനിയൻസി എന്ന് പറയുന്നത്. ഈ പാണ്ഡ്യ റൂളറും അതേമാതിരി തന്നെ വെസ്റ്റേൺ ഗംഗസിലുള്ള ഭരണം അല്ലെങ്കിൽ തേറ്റ് വായിക്കേണ്ടി വരുന്നു, ഡിഫീറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം ദണ്ഡിവർമ്മൻ, ഞാൻ ഷോർട്ടായിട്ട് പോവാണ്. ദണ്ഡിവർമ്മൻ, നദിവർമ്മൻ, നിരുപഗന്ധ, അവരാധിത, ഇവർ 4 പേരാണ് അതിനുശേഷം ലൈനായിട്ടുള്ള റൂളേഴ്സ് ആയിട്ട് വരുന്നത്. അവർക്കൊന്നും അത്രയും വലിയ റോൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരെ പറ്റി വളരെ പരാമർശിച്ച് പോകാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ച് പോകാത്തത്. അപരാജിത എന്ന് വെച്ചാൽ തന്നെ അർത്ഥം പരാജയമില്ലാത്തതെന്നുള്ള പേരുണ്ടെങ്കിൽ കൂടിയും പല്ലവ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഡേറ്ററി ആണ്. ചോളാസിന്റെ ഫ്യൂഡേറ്ററി ആയിരുന്നു എന്ന് പറയാം. ഇനി പാണ്ഡ്യാസ് എന്ന് പറഞ്ഞാൽ തന്നെ പാണ്ഡ്യാസിന്റെ ടേമിൽ തന്നെ പാണ്ഡവ എന്നുള്ള ഒരു വേർഡ് വരുന്നത്. അതിൽ നിന്നാണ് ആ പാണ്ഡ്യാസ് വന്നത്. ഇതിൽ നമ്മൾ നോക്കുമ്പോ പാണ്ഡ്യ തമിഴില് പറയുന്നത് ഓൾഡ് കൺട്രി എന്നാണ്. ഓൾഡ് കൺട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതില് ഇന്റർപ്രിട്ടേഷൻസ് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വരുമ്പോ പാണ്ഡി എന്നുള്ള ഒരു വാക്കിലും നമ്മൾ സാധാരണ തമിഴന്മാരെയൊക്കെ പാണ്ഡി എന്നല്ലേ വിളിക്കുക. ഇവിടെ കേരളത്തില് പാണ്ഡീസാണെന്ന് പറഞ്ഞത്. പാണ്ഡി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതരമായ തമിഴ് ബുള്ളുണ്ട്, അല്ലെങ്കിൽ ആ തമിഴകത്തില് ഒരു എന്താണ് ബുൾ ഫൈറ്റ് ഉണ്ട്. അതിനെ ആ ബുൾ ഫൈറ്റിന് കാളേനെ കുലുക്കി ജയിക്കുന്നവൻ പാണ്ഡി. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആണുങ്ങളുടെ മേധാവിത്വം, പുരുഷ മേധാവിത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നതും. പുരുഷന്റെ മാസ്കുലിനിറ്റി, പവർ, സ്ട്രെങ്ത്, ടെക്നിക്ക് ഇതിനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തമിഴ്നാട്ടില് കാളയിപ്പോര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വയ്ക്കുന്നത്. അത് അവർക്ക് എന്തോ ഒരു ഈഗോ ബൂസ്റ്റർ ആണ് മാസ്കുലിനിറ്റിയെ പറ്റി. ഇതുകൂടാണ്ട് പാണ്ഡവ റൂളേഴ്സ് ഇതേ സമയത്ത് തന്നെ പവർഫുൾ ആയിട്ടുള്ള
രാജാക്കന്മാർ കൂടിയാണ്. ഏറ്റവും ഫസ്റ്റ് പാണ്ഡ്യ എന്നുള്ള പേര് ടൈറ്റിൽ തന്റെ പേരിനോടൊപ്പം പാണ്ഡ്യ എന്ന് കൂട്ടിച്ചേർത്തത് കുലശേഖരൻ എന്ന് പറഞ്ഞ രാജാവാണ്. ഈ രാജാവിന്റെ ടൈറ്റിലിന് ശേഷം പിന്നെ അവസാനം പിന്നാലെ വരുന്ന എല്ലാ രാജാക്കന്മാരും കുലശേഖര പാണ്ഡ്യൻ, അടുത്ത ആളും എല്ലാം ഈ പാണ്ഡ്യൻ തന്റെ പേരിനോടൊപ്പം പാണ്ഡ്യൻ എന്ന് ചേർത്ത് പറയാൻ തുടങ്ങി. ഇനി നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോ ഓരോ റൂളും പാണ്ഡ്യൻ റൂളിലും കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോ ആദ്യകാലത്തെ പാണ്ഡ്യന്മാര്, ഫസ്റ്റ് പാണ്ഡ്യൻ എംപയർ, സെക്കൻഡ് പാണ്ഡ്യൻ എംപയർ, ഇങ്ങനെ നമ്മൾ പിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏർലി അല്ലെങ്കിൽ ആദ്യകാല പാണ്ഡ്യന്മാര് സംഗം ഏജിൽ കണ്ടിരുന്നു. ആ സമയത്ത് ഇവിടെ കേരളത്തിലെ ചേരാസും ചോളാസും കണ്ടംപററി എന്ന് പറഞ്ഞ സമകാലികത്വം ഇവരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി എൻഗേജ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ഈ പരസ്പരം വഴക്കുകൾ ഉണ്ടുമ്പോൾ ആരാണ് മേധാവി എന്ന് നോക്കുന്നതാണ്. പല്ലവാസ് പാണ്ഡ്യാസും വളരെ സക്സസ്ഫുൾ ആയിട്ട് റീജിയൻ കൊണ്ടുപോയി. നദി കാവേരി, അതാണ് ബോർഡർ. ഒരു സൈഡില് പല്ലവാസ്, ഒരു സൈഡില് പാണ്ഡവാസ്. കാവേരി നദിയാണ് എന്താ പറയുക, ബോൺ ഓഫ് കണ്ടെൻഷൻ എന്ന് പറഞ്ഞെങ്കിൽ പറയാം. നമുക്ക് എല്ലാത്തിനും പ്രശ്നം വരുന്നത് അവിടെ നിന്നാണ്. ഈ ആദ്യകാല പാണ്ഡ്യൻ ഡൈനാസ്റ്റിയില് പാളയഗാൽസി എന്ന് പറയും, മുക്കുണ്ടി പെരുവലൗടി, പളയകശി, മുകുണ്ടി, പെരുവള്ളിയുടെ. അടുത്തത് നെടുഞ്ചേഴിയൻ. ഇത് ഇപ്പോഴും തമിഴ്നാട്ടിലെ നെടുഞ്ചേഴിയൻ പേരുണ്ട്. നെടുഞ്ചേഴിയൻ, അയ്യപ്പതുരൈ, കന്ത നെടുഞ്ചേഴിയൻ, നാലാമത്തെ രാജാവ് ആ നെടുഞ്ചേഴിയൻ രാജാവിന്റെ കൂട്ടത്തില്. പിന്നെ അപ്പതുരൈ കന്ത മീൻസ് ആരാണോ ആ റോയൽ ടൈറ്റിലാണ്, ഇതും നാമമാണ്. അപ്പതൂടെ കണ്ട മീൻസ് മാനിഷ് ദ ആര്യൻസ് വരുമ്പോഴത്തേക്കും കാണാനില്ലാണ്ടായി. അപ്പൊ ഇങ്ങനത്തെ പേരിലൊക്കെ വരുമ്പോൾ അതിലെ അവരുടെ ഇമ്പോർട്ടൻസ് കാണിച്ചു വരുന്നതാണ് ഇങ്ങനത്തെ ഒരു പേരിന്റെ. ശിലപ്പതികാരം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ റൈറ്റിംഗ് ലിറ്റററി വർക്ക് ഉണ്ട്, ശിലപ്പതികാരം. ആ ശിലപ്പതികാരം എഴുതിയത് ചേര പ്രിൻസ് ആണ്. ഇളങ്കോ അടിയാൾ ആണ്, അങ്ങേരാണ് എഴുതിയത് ശിലപ്പതികാരം. ഈ മാറ്റേഴ്സ് ഒക്കെ പുസ്തകങ്ങളിൽ എഴുതി വരുമ്പോൾ അത് പ്രിന്റ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എഴുത്താണല്ലോ, തമിഴിലായാലും ശരി സംസ്കൃതത്തിലായാലും ശരി പുസ്തകങ്ങൾ എഴുതുന്ന രാജാക്കന്മാരും അതിൽ കൂടെ നമ്മുടെ രാജ്യത്തിന്റെ അറിവുകള്, രാജാക്കന്മാരുടെ അഭിപ്രായങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് ഈ ശിലപ്പതികാരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തമിഴ് ലിറ്ററേച്ചറാണ്. ഇനി തലഗംഗം ബാറ്റിൽ. ഈ തലഗംഗം ബാറ്റിൽ എന്താ പറയുന്നത് വെച്ചാല്, ഇവിടുത്തെ നെടുഞ്ചേഴിയന്റെ രാജ ഡ്യൂട്ടി ശരിയാകാത്തത് കൊണ്ടും ആങ്കർ ഒരു ദേഷ്യമുള്ളത് കൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള ജുഡീഷ്യറി നടക്കാത്തത് കൊണ്ടും പുള്ളി ഒരു ഇന്നസെന്റ് ആയ മനുഷ്യനെ, കോവലൻ, അത് നമ്മള് പഠിച്ചിട്ടുണ്ട്, കർണകി കോവലന്റെ കാര്യം. കോവലനെ തലവെട്ടിക്കൊല്ലാനുള്ള ഓർഡർ കൊടുക്കുന്നു. അതിന്റെ ഓർഡറിൽ അതിന്റെ കാരണം എന്താ, അവിടുത്തെ റാണീന്റെ ഒരു ആംഗ്ലറ്റ്സ് അല്ലെങ്കിൽ കാലിലത്തെ ആംഗ്ലറ്റ്സ് കാണാണ്ട് പോയി. അപ്പൊ അതിനെ ഇത് കൊണ്ടുവന്ന്, ആക്ച്വലി കോവലൻ കർണകിയുടെ ഭർത്താവായിരുന്നു, പക്ഷെ അവര് വളരെ കറക്റ്റായിട്ട് ജീവിച്ചിരുന്നെങ്കിലും അങ്ങേരുടെ കയ്യിൽ ഇതേമാതിരി കണ്ടപ്പോൾ ഇത് മോഷ്ടിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കോവലനെ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, അവരുടെ റാണിയുടെ പോയ ചിലമ്പല്ല അത്. അതാണ് ആ കഥ, കർണകി അഴിച്ച കഥ എന്ന് പറയാന്. ആ ബാറ്റില് ഇതില് ചോളാസില് അത് കഥയാണത്, കഥയായിട്ടാണ് വരുന്നത്. അതിൽ കൂടെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ സംഘം ലിറ്ററേച്ചറിൽ വഴിയാണ് നമ്മൾ അറിയുന്നത്. അതായത് അങ്ങനെ കൊല്ലുന്നതും, കർണകി, അതായത് കോവിലനും കർണകിയും തമിഴ്നാട് പാണ്ഡ്യ രാജാവിന്റെ കോടതിയിൽ വരികയും കോടതിയിൽ വെച്ച് അവരുടെ അടുത്ത കാലിലുള്ള ചെലമ്പെടുത്ത് പൊട്ടിച്ചെറിക്കുമ്പോഴത്തേക്കും അതിൽ രത്നങ്ങളും വൈഡൂര്യങ്ങളും ആണതും, അതേസമയം റാണിയുടെ അതല്ല. അതായത് അവരുടെ സ്വന്തമാണ്, ഭർത്താവ് കൊണ്ടുവന്നത് സ്വന്തമാണെന്ന് നീതിനെ പറ്റി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് ഈ സ്റ്റോറിയിൽ കൂടിയാണ്. ഇനി
കുടുങ്കോൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാണ്ഡ്യൻ എംപയർ ആണ്. അത് കലഹബാരസിനെ തോൽപ്പിച്ച ശേഷം 6ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയാണ്. ഇവിടെയും ആദ്യത്തെ പാണ്ഡ്യൻ ടൈറ്റിൽ മാരവർമ്മൻ, അടുത്തത് സദ്യവർമ്മൻ, അതല്ലെങ്കിൽ സദായവർമ്മൻ. സദായ എന്ന് വെച്ചാൽ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്, ശിവനെ ഉപചരിക്കുന്നവർ എന്നർത്ഥം. സദായൻ എന്ന് വെച്ചാൽ ഈ തലമുടി ശിവന്റെ ജഡ, ഇങ്ങനെ ജഡകൾ ഉള്ളവൻ. അപ്പൊ സദായൻ എന്നതിന്റെ അർത്ഥം ഈ ഡെഡ് ലോക്സ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ജഡകളുള്ള സ്വാമി എന്നുള്ളതാണ് അർത്ഥം. അരിക്കേശ്വരി മാരവർമ്മൻ എന്ന് വെച്ചാൽ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കുടുങ്കോൺ കുടുംബത്തിലത്തെ ഒരു എംപററാണ്. ഇതേമാതിരി ഇങ്ങേരുടെ മകനും അടുത്ത സക്സസറും പിൻഗാമിയായിട്ട് വരുന്നത് കൊച്ചടിയാൻ, രണധീരൻ. ദ ചാലൂക്യ പാണ്ഡ്യൻ കോൺഫ്ലിക്ട്സില് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടന്റ് വരികയും ആ സമയത്ത് അസിസ്റ്റ് ചെയ്തിരുന്ന വെസ്റ്റേൺ ഗാഞ്ചസിലുള്ളവരാണ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ ഫൈറ്റിലാണ് ചോളന്മാരുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയിൽ ഈ ഇങ്ങനെ മരിച്ചു പോകുന്നു. ഇനി അടുത്ത് വരുന്നത് മാരവർമ്മന്റെ മകനായ രാജസിംഹ എംപറർ ആവുന്നു. പല വിധത്തിലെ ഫൈറ്റിൽ പോകുന്നു. നന്ദിവർമ്മൻ 2ന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പല്ലവ ടെറിട്ടറി പിടിച്ചടക്കുന്നു. അതിനുശേഷം ചാലൂക്യാസും ഗംഗാസും പിടിച്ചടക്കുന്നു. ചാലൂക്യനും ഡോട്ടറെ മാരി ചെയ്ത് റിലേഷൻഷിപ്പ് കൂടുതലാക്കുന്നു. ഇനി ഇതിന്റെ കൂടെ മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ എന്ന് പറയാം. ഈ സുന്ദരപാണ്ഡ്യൻ പറയുന്നത് 2ാമത്തെ പാണ്ഡ്യൻ എംപയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പാണ്ഡ്യൻ സെക്കൻഡ് ഡിവൈഡ് ചെയ്താ പോകുന്നത്. ഇത് സെക്കൻഡ് പാണ്ഡ്യൻ എംപയറർ ആണ്. അപ്പൊ ചോള റൂളറിന്റെ കൊലോത്തുംഗ ചോളന്റെ ഫോർമർലി ആയിട്ടുള്ള അല്ലെങ്കിൽ പാണ്ഡ്യൻ അതോറിറ്റി ഉണ്ട്, പക്ഷെ കണ്ടിന്യൂ ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രാജാവ് ജാതവർമ്മൻ സുന്ദരപാണ്ഡ്യൻ. എല്ലാ പേരിന്റെയും കൂടെ പാണ്ഡ്യൻ വരും. ഒന്നും നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഈ ടെറിട്ടോറിയൽ വലുതായി വരുന്തോറും അവരുടെ കൺട്രി തെലുഗു ദേശത്തിലേക്കും വന്നു. ഇപ്പോഴത്തെ ഒഡീഷ, കലിംഗ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒഡീഷയാണ്. അങ്ങനെ എക്സ്പാൻഷൻ ചെയ്ത് വരികയാണ് അവര്. കൊലോത്തുംഗ ചോള 3ാമൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നില്ല, കൂടെങ്കിലും കുറച്ച് പവർഫുൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ചോളന്മാരെയൊക്കെ അസിസ്റ്റ് ചെയ്ത് വന്നത് ഹോസലാസ് എന്നുള്ള പാണ്ഡ്യൻ പവേഴ്സ് ആണ്. അവരുടെ പവേഴ്സ് കൂടെ ഇവർക്ക് കിട്ടിയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ പൊളിറ്റിക്കൽ സമയത്ത് മാരവർമ്മൻ കുലശേഖര പാണ്ഡ്യൻ ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത്? രാജേന്ദ്ര ചോള III ആർമിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ആ കാലത്തെ ഹോസല എംപററിനാണ് രാജേന്ദ്ര ചോള ഡിഫീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം കൂടെ ചോള എംപയറിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ചോളേഴ്സിന്റെയും പാണ്ഡ്യന്മാരുടെയും സർവൈവൽ അല്ലെങ്കിൽ കുറച്ച് കാലഘട്ട ശേഷം സിവിൽ വാർ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ആ സിവിൽ വാറിൽ കൂടെ പുതിയൊരു സെഷൻ നമുക്ക് കാണും. വീരപാണ്ഡ്യ, സുന്ദരപാണ്ഡ്യ 2 മക്കളാണ്. മാരവർമ്മന്റെ കുലശേഖര പാണ്ഡ്യന്റെ 2 മക്കളാണ്. അവരാണ് അടുത്ത പവർഫുൾ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പല്ലവനും പാണ്ഡ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, പല്ലവനും പാണ്ഡ്യനും തമ്മിലുള്ള വഴക്കുകളും അതിൽ കൂടി അവരെങ്ങനെയാണ് എക്സ്പാൻഷൻ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ചാലൂക്യാസ്, വടപ്പയിലുള്ള ചാലൂക്യാസും കാഞ്ചീപുരത്തുള്ള പല്ലവാസും എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ പല്ലവ മോണാർക്ക് മഹേന്ദ്രവർമ്മനും എക്സ്പാൻഷൻ നമ്മുടെ കൺട്രി വികസിപ്പിച്ചു വരുന്നു. കൃഷ്ണ റിവറിന്റെ അടുത്ത് വരെ എത്തിക്കാണ്. വിഷ്ണുകൂടീൻസ് എന്ന് പറഞ്ഞ അവരുടെ രാജാക്കന്മാര് പല്ലവാസിന്റെ നോർത്തേൺ സൈഡിലുണ്ട്. പുലികേശൻ II വിഷ്ണുകൂടീസും കൂടെ ടെറിട്ടറി പിടിച്ചടക്കി ഒരു ചാലൂക്യന്റെ ഒരു പാർട്ട് പിടിച്ചടക്കുന്നു. അപ്പൊ ചാലൂക്യൻ കിങ്ങിന് എന്താ പറ്റുക വെച്ചാല് ബ്രദർ ഉണ്ട് കുബേജ വിഷ്ണുവർദ്ധൻ, അങ്ങേരും വൈസ്രോയി ആയിട്ട് കാര്യം രാജ്യത്തിനെ പിടിച്ചെടുക്കുന്നു. അവസാനമായിട്ട് വിഷ്ണുവർദ്ധൻ ഒരു ഈസ്റ്റേൺ ചാലൂക്യ, വെസ്റ്റേൺ ചാലൂക്യ, ഈസ്റ്റേൺ ചാലൂക്യ എന്നുള്ളവരില് ഈസ്റ്റേൺ ചാലൂക്യന്റെ അധികാരത്തിൽ വരികയും അവിടുത്തെ വെങ്കി എന്ന് പറഞ്ഞ കിങ്ഡം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി വിഷ്ണുകുണ്ടീസ് എങ്ങനെയാണ്
തളർന്നു പോയത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചാലൂക്യാസിന്റെ എക്സ്റ്റൻഷൻ മുഴുവനും പല്ലവാസും നോർത്തിലും ഈ എക്സ്പാൻഷൻ പോളിസീസ് മഹേന്ദ്രവർമ്മന്റെയും പുലികേശന്റെയും അതിനുശേഷമുള്ള 2 എംപറേഴ്സും ഓൾവേസ് എപ്പോ നോക്കിയാലും ഫൈറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ആ രാജ്യത്തിന്റെ പുരോഗമനത്തിനെ നശിപ്പിച്ച് അങ്ങനെയാണ് ആ ഡൈനാസ്റ്റീസ് ഡിക്ലൈൻ ആവുന്നത് അല്ലെങ്കിൽ താഴ്ന്നു പോകുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസിറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മധുരയിലാണ്. വൈഗൈ എന്ന് പറയുന്ന റിവറാണ്, റിവറിന്റെ പേരാണ് വൈഗൈ റിവർ എന്ന് പറയുന്നത്. മധുരയിലുള്ള വൈഗൈ റിവർ വാലിയിലാണ്. അപ്പൊ ഇവിടെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടംപററി റൂളേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാരും ഒരേ സമയം തന്നെ ഉത്ഭവിച്ചവരും കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു. പാണ്ഡ്യ, ചാലുക്യാസ് അടുത്ത അവരുടെ നെയ്ബേഴ്സ് ആണ്. എല്ലാവർക്കും സ്വന്തം ടെറിട്ടറി എക്സ്പാൻഷൻ ചെയ്യണം എന്നുള്ള മോഹമുള്ളവരാണ്. അപ്പൊ പാണ്ഡ്യാസ് ഫെർട്ടൈൽ ഏരിയ ആയ കാവേരി ഡെൽറ്റ, അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഇട്ടതും തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേ നിങ്ങൾ വായിച്ചു വരുമ്പോൾ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു മാപ്പ് വെച്ച് മാർക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കും, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ ഇവിടെ ചാലൂക്യാസ് പടപ്പയുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് വഴക്കുണ്ടാക്കുന്നവരാണ് ആരുമായിട്ട്, പല്ലവാസുമായിട്ട്. അതേമാതിരി പൊളിറ്റിക്കലി അവർ റിയലൈസ് ചെയ്യുന്നത് അവരുടെ എക്സ്പാൻഷൻ റൂൾസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എത്രത്തോളം രാജ്യം വിപുലീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അടുത്തുള്ള നെയ്ബർ കൺട്രിയുമായിട്ടും അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ടുള്ള വാറാണ്. അങ്ങനെ വാർ വന്നപ്പോഴത്തേക്കും ഈ നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ ചേരാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേരമാൻ പെരുമാൾ, കേരളക്കാരാണ് ചേരാസ് എന്ന് പറയുന്നത്. ഇവരുമായിട്ടും വഴക്കുണ്ടാകുകയും അതിനുശേഷം ജാതവർമ്മൻ 1645-70 വരെ, സൺ ഓഫ് മാനവർമ്മൻ, അസിനമൊണി, ഒരു വനവർമ്മൻ എന്നുള്ള ടേംസ് കയറ്റിക്കൂട്ടുകയും ചെയ്യുന്നു. അപ്പൊ ചേരന്മാരുമായിട്ടും വഴക്കുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു. പാണ്ഡ്യാസ് അതേസമയം പാണ്ഡ്യൻസ് സിലോൺ, അതായത് ഇന്ത്യയുടെ പൊസിഷൻ പെരിനിയൽ നമ്മൾ നോക്കുമ്പോൾ ട്രയാങ്കുലർ ടൈപ്പ്. പാണ്ഡ്യൻ റൂളർ ഈസ് ട്രൈങ് ടു ഇൻവേഡ് സിലോൺ എന്ന് വെച്ചാൽ സിലോണും പാണ്ഡ്യനായിട്ട് കുറച്ചുകൂടെ അടുപ്പം, ജോഗ്രാഫിക്കലി അടുപ്പം വരുന്നുണ്ട്. ആ സമയത്തുള്ള റൂളർ സേന, സിംഹളിസ് റൂളർ സേന. അപ്പൊ ഇങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ഒരുപാട് എന്താ പറയാ ധനം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ സിംഗുലർ സേന രണ്ടാമൻ ഈ ദേഷ്യം, പാണ്ഡ്യന്മാരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി പാണ്ഡ്യൻ കിങ്ഡം അറ്റാക്ക് ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് പാണ്ഡ്യൻ കിങ്ഡത്തിൽ നിന്ന് കുറെ ധനം, അവരുടെ ധനം ഇൻ ദ സെൻസ് കല്ല്, മാണിക്യം, വൈഡൂര്യം അങ്ങനത്തെ സാധനങ്ങൾ മാറ്റുകയാണ് അവരുടെ വീട്ടിൽ. ഇപ്പൊ ഇന്ത്യ ബ്രിട്ടീഷ് ടൈമിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയില്ലേ, അതേമാതിരി. ഇനി അതിന്റെ ശേഷം ഒരു കാലഘട്ടത്തിൽ വീഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വീഴ്ച വരുമ്പോഴത്തേക്കും ഈ വീഴ്ച എന്തുകൊണ്ട് കൽഹാരാസും പാണ്ഡ്യൻസും വന്നു വെച്ചാൽ ആ പീരീഡ് 3-ാമത്തെ തൊട്ട് 6, 7, 8 സെഞ്ചുറീസിൽ വന്ന പീരീഡിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. കലഹാരയുടെ ഇവിടെ കൽബാറാസിന്റെ ഒറിജിൻ നമുക്ക് അറിയില്ലെങ്കിൽ കൂടെയും 6-ാം സെഞ്ചുറിയിലും 7-ാം സെഞ്ചുറിയിലും പാണ്ഡ്യന്മാരുടെയും കബൂഡിന്റെയും കൂടെ റീബർത്ത് ആയിട്ടില്ലെങ്കിൽ റീഎമർജ് ചെയ്തു വരുന്നു. പിന്നെയും അവര് ധനപ്പെട്ട് വരുന്നു അല്ലെങ്കിൽ പരിചയപ്പെട്ട് വരുന്നു. അവര് പാണ്ഡ്യൻ പവർ തിരിച്ചു കൊണ്ടുവരികയും പല്ലവാസും അതേമാതിരി കലബാറാസിന്റെ കയ്യിൽ നിന്നുള്ള ഇതേമാതിരി സിമിലർ ആയിട്ടുള്ള ഒരു അനുഭവം എടുക്കുകയും ചെയ്യുന്നു. സിംഹവിഷ്ണുവിനെയും തിരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഡൈനാസ്റ്റി, ഇമ്പീരിയൽ പല്ലവ ഡൈനാസ്റ്റി വരുന്നു. ആ കലബാറ എൻട്രിയും കുറച്ചു കാലത്തേക്ക് കഴിഞ്ഞ ശേഷം ഫ്ലറിഷ് ആകുന്നു. ഇനി സിവിൽ വാർ, നാട്ടിൽ നടക്കുന്ന വാറിനെയാണ് നമ്മൾ സിവിൽ വാർ എന്ന് പറയാം. ഈ സിവിൽ വാർ എന്ന് വെച്ചാൽ അവനവന്റെ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന വാർ. ആര് തമ്മിലായിരുന്നു? ചാലൂക്യൻ റൂളർ വിക്രമാദിത്യ 2 എവിടെ അറ്റാക്ക് ചെയ്തു? പല്ലവനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ അതിനുശേഷം ആ തിരിച്ച് അവനവന്റെ ക്യാപിറ്റലായ കാഞ്ചീപുരം പിടിക്കുന്നു. നന്ദിവർമ്മൻ ആരാ ഡിഫീറ്റ് ചെയ്തത്?
പാണ്ഡ്യൻ റൂളർ സിംഹാര വല്ലഭ ഡിഫീറ്റ് ചെയ്തു. എവിടെ? ഇപ്പോഴത്തെ പ്രസന്റ് കുംഭകോണത്തിന്റെ അടുത്ത് വെച്ച്. എന്നിട്ട് അവർ സക്സസ്ഫുൾ ആവും. അറ്റാക്ക് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, തന്റെ നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കുക. ഇതാണ് ഈ വാർ ഓഫ് സക്സഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ കൂടാണ്ട് പല്ലവ കിങ്ങിന്റെ വാർ ഓഫ് സക്സഷനിൽ വരുമ്പോൾ 3 പയ്യന്മാർ, 3 സൺസ് ഉണ്ട്. ഈ 3 സൺസിന്റെയും റോയൽ ബ്രദേഴ്സ് ആണ് നിരൂപതുംഗ ജീവൻ പോകുന്നു ആ ഫൈറ്റിൽ. അപ്പോ അതിൽ ആ 3 പേരിൽ ഒരാളുടെ ജീവൻ പോയത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആദിത്യ ചോള പാണ്ഡ്യൻ എംപററിന് കാമവർമ്മൻ ഡിഫീറ്റ് ചെയ്യുന്നു. പല്ലവ ബ്രദർ അപരാജിത മൂന്നാമനായിട്ട് അക്സെപ്റ്റ് ചെയ്തെടുത്ത് ലോർഡ്ഷിപ്പ് എടുക്കുന്നു. ഇംപീരിയൽ ചോളാസ് 10ാം സെഞ്ചുറിയിൽ പിന്നെയും പുഷ്ടിപ്പെട്ട് വരുന്നു. ആ സിവിൽ വാർ വല്ലായിട്ടുള്ള ഇംപീരിയൽ പല്ലവാസിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഇനി മാലിക് കഫൂസിന്റെ അറ്റാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു മുസ്ലിം അറ്റാക്കാണ്. പാണ്ഡ്യൻ കിങ്ഡത്തിന് ഒരു മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിം ഡോമിനേഷൻ ആയ ഡൽഹിയിൽ നിന്നുള്ള മിലിറ്ററി ജനറൽ ആണ് മാലിക് കഫൂർ. 1311 അലാവുദ്ദീൻ ഖിൽജി മധുര അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫൈറ്റിന് ശേഷം 2 ബ്രദേഴ്സ് ഉണ്ട് അതിലെ ബെറ്റ്വീനില്. ഒന്ന് വീരപാണ്ഡ്യൻ, സുന്ദരപാണ്ഡ്യൻ. നമ്മൾ നേരത്തെ പാണ്ഡ്യന്റെ പഠിച്ചപ്പോൾ പരാമർശിച്ചതാണ്. ഇവർക്ക് ഈ ഡെക്കാണും സൗത്ത് ഇന്ത്യൻ ക്യാമ്പയിൻസും കഫൂറിന്റെ പിടിയിൽ നിന്ന് പിടിച്ചെടുക്കണം. അപ്പൊ അങ്ങനെ പാണ്ഡ്യൻ കിങ്ഡം, പാണ്ഡ്യൻ രാജ്യം ഭയങ്കര റിച്ച് ആയതുകൊണ്ടാണ്. പക്ഷെ ഈ മാലിക് കഫൂറിന്റെ ആക്രമണത്തിന് ശേഷം അതിന്റെ പവർ കുറയാൻ തുടങ്ങി. അത് കൂടാണ്ട് പാണ്ഡ്യാസ് എക്സസൈസ് ചെയ്യാനും ഒന്ന് ഫ്യൂഡേറ്ററീസ് കൊടുത്തപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ടായി. ആദ്യം പാണ്ഡ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് നോർത്തേൺ ടെറിട്ടറി, കാക്കഡിയാസ്. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് വരുന്ന ഡൽഹി സാൾച്ചനേറ്റിന്റെ അറ്റാക്ക് കിട്ടുന്നു. ഉലഗ് ഖാൻ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ. പിന്നെയും കുറച്ചായിട്ട് അങ്ങനെ പോയി സൾട്ടനേറ്റ്, അതായത് മുസ്ലിം ഡോമിനേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നു. തുഗ്ലക്കിന്റെ കാലത്ത് 1325-351 വരെ കംപ്ലീറ്റ് മധുരയിൽ പോകുന്നു. കാലാചുരീസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ക്ഷത്രിയ ട്രൈബാണ്, ബ്രാഹ്മണിക്കൽ എപ്പിക്സ് ആണ്, പുരാണത്തിൽ വഴിയാണ് നമ്മൾ ഇവരെ പറ്റി അറിഞ്ഞിട്ടുള്ളത്. കാലാചുരീസ്, മനുഷ്മതി എന്നല്ലെങ്കിൽ പ്രസന്റ് ഇപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ഡൈനാസ്റ്റിയിൽ ആരാന്ന് വെച്ചാല് കൃഷ്ണജ, ശങ്കരഗണ്ണ ആൻഡ് ബുദ്ധരജ. ഇനി എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ട്? 550 മുതൽ എക്സ്പാൻഷൻ വന്നിരിക്കുന്നത് ചാലൂക്യാസിന്റെ വടപി വരെയും മൈത്രകാരാസിന്റെ വലപി വരെയും അവർ എക്സ്പാൻഷൻ ചെയ്തു. 2 കിങ്ഡം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പരസ്പരം അണ്ടർമൈൻ ചെയ്യാണ്ട് പോവാണ്. ബുദ്ധരാജ ആ സമയത്താണ് ഫൈറ്റ് ചെയ്ത് ചാലൂക്യനെ തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബാറ്റിലിൽ കൂടെ ഡിഫീറ്റായ മംഗലശേര സെക്കൻഡ് ബാറ്റില് പുലികേശനെ ഡിഫീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വഴക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയി പിടിക്കലും എടുക്കലും തന്നെയാണ്. പിന്നെ കൂടാവുന്ന നമുക്ക് പറയാം മാട്രിമോണിയൽ റിലേഷൻസ് ഈസ്റ്റേൺ ചാലൂക്യം വെസ്റ്റേൺ ചാലൂക്യം ചെയ്ത് അവർ കുറച്ചുകൂടെ എക്സ്പാൻഷൻ ചെയ്യുന്നു എന്നർത്ഥം. ഇനി ഇതിവരുടെ കലാചരീസിന്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് 4 ബ്രാഞ്ചസ് ആണ് നമ്മൾ പറയാറുള്ളത്. ചേടി ബ്രാഞ്ച് ഒന്ന്, അതായത് ഇപ്പോഴത്തെ ത്രിപുര എന്നുള്ള ഭാഗത്ത്. പിന്നെ ഡെക്കാണിലുള്ള കലാചുരീസ്. പിന്നെ അടുത്ത ബ്രാഞ്ചസ് ചെറിയ ബ്രാഞ്ചസ് ആണ്. രത്തൻപൂർ, കലാചുരീസ് ഓഫ് സൗത്ത് കോശല ആൻഡ് ഗോരഖ്പൂർ ആൻഡ് റായ്പൂർ. ചെറിയ ബ്രാഞ്ചസ് ആണ് അവരുടെ ഏരിയാസ്. ഇനി റോയൽ ടൈറ്റിൽസ് അവർ എടുത്തിരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് ആദ്യത്തെ റോയൽ ടൈറ്റിൽ അവർ എടുക്കുന്നത് രത്തൻപൂരിലെ രാജാവായ കൊക്കല വന്നിന്റെ മകൻ. അപ്പൊ കലാചുരി റോളറാണ് ചേടിയില്. പിന്നെ ഇനീഷ്യലി അവർ സബോർഡിനേറ്റ് ആയിട്ട് പോകുന്നു കലാചുരി ചേടിയില്. പിന്നെ ഇൻഡിപെൻഡന്റ് ആവുന്നു. ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ജാലദേവ വന്നു 12ാം സെഞ്ചുറിയിലാണ് നടക്കുന്നത്. അതിനുശേഷം ടൈറ്റിൽസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് രാജാതിരാജ, പിന്നെ പരമേശ്വര. രാജാതിരാജ എന്ന് പറയുന്ന അർത്ഥം രാജാവിന്റെ രാജാവ്
ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അതിനാണ് മഹാരാജാതി പറയുന്നത്. പിന്നെ കാലാചുരീസിന്റെ രത്തൻപൂരിലുള്ളവര് സൗത്ത് കോസല പിടിച്ചെടുക്കുന്നു. അതിനുശേഷം രത്തൻപൂർ കാലാചുരീസിനെ നമ്മൾ അവരെ പേര് വിളിക്കുന്നത് കാലാചുരീസ് ഓഫ് റായ്പൂർ എന്നാണ്. അവരുടെ റോയൽ ടൈറ്റിൽ അങ്ങനെ പോയി. ഇനി ദാലാമ മണ്ഡാല, ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ചേടിയിലുള്ളവര് അല്ലെങ്കിൽ ദാല മണ്ഡാല കുറച്ചു കാലം ത്രിപുരി റൂൾ ചെയ്യുന്നു. ജബൽപൂർ ആണ്, മധ്യപ്രദേശിലാണ് ഏരിയ. അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രാഞ്ച് എന്താന്ന് വെച്ചാൽ കോക്കല ആണ് 845 മുതൽ ഡിഫീറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രതിഹാര എംപറർ ബോജ ഒന്നാമനെ ഡിഫീറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം രാഷ്ട്രകൂട കിങ് കൃഷ്ണ 2 അല്ലെങ്കിൽ കൃഷ്ണ രണ്ടാമനും ഇതേമാതിരിയുള്ള ഡിഫീറ്റ് അനുഭവിക്കുന്നു. മാത്രമല്ല മാട്രിമോണിയൽ റിലേഷൻസ് വിത്ത് കാലാചുരീസുമായിട്ട് അവര് എക്സ്പാൻഷൻ ചെയ്തു വരികയാണ്. ഇനി ശങ്കരഗണ്ണ, കോക്കലയ്ക്ക് ശേഷം വന്നത് എൽഡസ്റ്റ് ആണ് ശങ്കരഗണ്ണ. അപ്പൊ അങ്ങേരുടെ ഡെത്തിന് ശേഷം, അതായത് ശങ്കരഗണ്ണയുടെ ഡെത്തിന് ശേഷം ബലഹർഷ എന്ന് പറയും, യുവരാജാവായിട്ട് വാഴിക്കുന്നു. ഈ യുവരാജാവ് പൊളിറ്റിക്കൽ ഇവന്റ് എടുക്കുകയും അതിനുശേഷം ബാറ്റിലിൽ കൂടെ രാഷ്ട്രകൂട കിങ് ആയ കൃഷ്ണ മൂന്നാമനെയും ഡിഫീറ്റ് ചെയ്യുകയാണ് വരുന്നത്. ഇനി ഗംഗദേവായ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കലാചുരി മൊണാർക്കാണ്. അങ്ങേരാണ് വിക്രമാദിത്യ എന്നുള്ള ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ഈ ടൈറ്റിലിൽ കൂടെ രാജാവ് ഡിഫീറ്റ് ചെയ്തത് ആരൊക്കെയാ വെച്ചാൽ സൗത്ത് കോസല മഹാശിവഗുപ്തനെയും യാദിയിലുള്ളവരെയും ആ തോൽപ്പിച്ച ശേഷം ടൈറ്റില് എടുത്തു. പുതിയൊരു ടൈറ്റിൽ വന്നു, ലോർഡ് ഓഫ് ത്രിലങ്ക അല്ലെങ്കിൽ ത്രികാലപതി. പതി എന്ന് വെച്ചാൽ ലോർഡ് എന്നർത്ഥം, ത്രികാലപതി. അപ്പൊ ആ സ്ഥലം പിടിച്ചടക്കിയ ആളെ എന്നർത്ഥം. ഇതിനുശേഷം പാല എംപറർ മഹിപാലനെയും പിടിച്ചടക്കുകയും ബനാറസ് ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. ഇത് കൂടാണ്ട് ചോളാസിന്റെയും ചാലുക്യന്റെയും ജയ്സിംഹയുടെയും ഒക്കെ ഡിഫീറ്റ് മേടിക്കുന്നുണ്ട്. പരമാര വളരെ സിൻഡാല കിങ്ങിന്റെയും ബണ്ടിൽഖണ്ഡും ഡിഫീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഗംഗദേവായ ഒരുപാട് മൊണാർക്കിൽ കലാചുരി മൊണാർക്ക് സക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വിജയസിംഹ എന്ന് പറയുന്ന പേരുള്ള റൂളറാണ് കലാചുരീസിന്റെ ലാസ്റ്റ് റൂളറായിട്ട് വരുന്നത് ചേഡീസില്. ഇനി കൽവാണി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പല പല ബ്രാഞ്ചസ് വന്നാണ്. കലാചുരീസ് കല്യാണിയിലുള്ളവര് 12ാം സെഞ്ചുറിയില്, അതിന്റെ ബിജാല 2 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൗണ്ടർ ഡൈനാസ്റ്റി. അതിനുശേഷം ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു. അപ്പോയിന്റ് ചെയ്ത് ഗവർണറായിട്ട് ചാലുക്യ ഡൈനാസ്റ്റി ആയിട്ട് ഗവർണറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. അപ്പോയിന്റ്മെന്റിന് ശേഷം സ്വയമേ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങേരുടെ മരണശേഷം 2 മക്കളുണ്ട്, ആൺകുട്ടികള്, സോമവേര സംഗമ. ഇവര് രാജഭാര്യം ഏറ്റെടുക്കുകയും കല്യാണിയില്, പക്ഷെ അവരൊന്നും കുറെ കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രാജാക്കന്മാരായി, യുവരാജാക്കന്മാരായി തന്നെ അവർ പോവുകയും ചെയ്തു. ഇതിവരുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും കിങ് ആയിരിക്കും അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ്. ജുഡീഷ്യറി ഒക്കെ കിങ്ങിന്റെ കയ്യിലാണ്. പിന്നെ കൂടാണ്ട് ധർമ്മ മഹാരാജ എന്നുള്ള ഒരു കിങ്ഡം ഉണ്ടാക്കി ധർമ്മ മഹാമാത്രാസിനെ വെച്ചിട്ടുണ്ട്. ഈ ധർമ്മ മഹാമാത്രാസ് ആണ് രാജാവിന് വേണ്ടി രാജ്യം ഭരിക്കുക. രാജാവിന്റെ മന്ത്രിമാരെയൊക്കെ അമത്യാസ് എന്ന് പറയും. ഈ അമത്യാസ് രാജാവിന് അസിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാ യങ് പ്രിൻസസിനെ കൊണ്ട് അവര് പ്രാക്ടീസ് കൊടുക്കുകയാണ്, ട്രെയിനിങ് എന്നുള്ള ലെവലിൽ. റോയൽ ആയിട്ടുള്ള ഫാമിലീസിൽ മുഴുവൻ ആർമി ഒഫീഷ്യൽസ് ഉണ്ടാവും, അതേമാതിരി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഈ ഡൈനാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു വിധത്തിലുള്ള ഒരു ആർമി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് പറയാം. അതുകൂടാണ്ട് ഇവര് രാഷ്ട്രത്തിനെ കോട്ടംസ് ആൻഡ് നാഡൂസ് ആൻഡ് യൂണിറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ആ ഡിവിഷനിൽ കൂടെ സൂപ്പർവിഷൻ ചെയ്യാൻ ഈ ഓരോ രാജാവ് ഒരാളെ ഏർപ്പാട് ചെയ്യും. വില്ലേജ് എന്ന് വെച്ചാൽ ഗ്രാമം, അതാണ് ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ വി ക്യാൻ സേ ദാറ്റ് ലൈക്ക് പിരമിഡ് ഷേപ്പില്, കിങ് അറ്റ് ദ ടോപ്പ്, ബാക്കിയുള്ളവരിങ്ങനെ പദമായിട്ട് വരിക. സഭ ഉണ്ട്, ഉറുണ്ട്. ഈ സഭയിലേക്ക് ബ്രഹ്മമത്യ എന്നുള്ള അപ്പോയിന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവർ റൂളിംഗ് പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് പറയാം.
ഇനി റവന്യൂ എന്താന്ന് വെച്ചാൽ കിട്ടുന്ന ടാക്സ് ആണല്ലോ റവന്യൂ. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ശരി, സ്റ്റേറ്റ് ആയാലും ശരി, അവർക്ക് കിട്ടുന്ന റവന്യൂ നമ്മളുടെ റിവേഴ്സിൽ നിന്നുള്ള റവന്യൂ എല്ലാത്തിനും അവർ ടാക്സ് മേടിച്ചിരുന്നു. വളരെ ലാൻഡ് ടാക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ. അതുകൂടാണ്ട് വേറെ ടാക്സസ് മേടിച്ചിരുന്നത് അവർ ദേവദാനാസ്, അമ്പലത്തിന് കൊടുക്കുന്ന ടാക്സ്, അമ്പലത്തിൽ നിന്ന് വരുന്ന ടാക്സ്. അഗ്രഹാര എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മിൻസിന് താമസിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നതിന് അഗ്രഹാര എന്ന് പറയും, അതിന്റെ ടാക്സ്. ബ്രാഹ്മത്യാസ് ലാൻഡ് കൊടുക്കുന്ന ഓരോരുത്തർക്ക് ബ്രാഹ്മിന് കൊടുക്കുന്നത്, ഇങ്ങനെ പലവിധ ടാക്സുകൾ കൂടിയാണ് അവരുടെ റവന്യൂ കണ്ടുപിടിച്ചിരുന്നത്. ഈ ടാക്സസ് പല വിധത്തിൽ മേടിച്ചാൽ കൂടിയും അതൊക്കെ ആ രാജാവിന്റെ ആർമിക്കും രാജാവിന്റെ നേവൽ ഫോഴ്സിനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടും, അതും നേവൽ ഫോഴ്സിൽ തന്നെ പലവിധ വിഭാഗമുണ്ട്. കാലാൾപ്പട, കുതിരാൾപ്പട, ആന, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കൂടാണ്ട് നല്ല ഒരു നേവൽ യൂണിറ്റും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഭൂമിപുത്രാസ്, ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഭൂമിപുത്രാസ്, ഇവിടെ കിങ്ഡത്തില് പാണ്ഡ്യന്മാര് രാജ്യത്തിനെ മണ്ഡലമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പ്രോവിൻസ്. ആ മണ്ഡലത്തിനെ പിന്നെ നാട് അയക്കുന്നു, പിന്നെ അല്ലെങ്കിൽ വളനാട് എന്ന് പറയും. അപ്പൊ ഇവിടെയും ഡിവിഷൻ, ലാൻഡ് ഡിവൈഡ് ചെയ്യും, അതിന്റെ ടാക്സ് എടുക്കും, കമ്മിറ്റീസ് ഉണ്ടാക്കും, ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ കൗൺസിൽ മുഖാന്തരം എടുത്തെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മപുത്രേസ്. പിന്നെ എക്കോണമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഇത് തന്നെയാണ്. ഈ ഏതൊക്കെ വിധത്തിൽ ഫുഡ് ഗ്രെയിൻസ് വരുന്നുവോ അതിനെ, വില്ലേജിൽ കിട്ടുന്ന ഫുഡ് ഗ്രെയിൻസിനെ മകായി എന്ന് പറയും. ടെമ്പിളിൽ, അമ്പലങ്ങളിൽ വരയ്ക്കുന്നതിന് കോയിൽ പരിവാരം എന്ന് പറയും. അങ്ങനെ ഓരോ കോയിലുകളും ഓരോ ഗിഫ്റ്റും കൊടുത്തും അവര് പരിണാമങ്ങൾ സൊസൈറ്റീനെ അടുത്ത്. സൊസൈറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് സൊസൈറ്റി. ഒന്ന് രാജ്യഭാരത്തിലുള്ളവര്, പ്രീസ്ലി ക്ലാസ്, ഇൻഡിപെൻഡന്റ് റിലേഷൻഷിപ്പ് ഉള്ളവര്. അത് കൂടാണ്ട് ലാൻഡ് വഴി ലാൻഡ് ഗ്രാൻഡ് കൊടുത്തിട്ട് ശേഷം അവര് ബ്രാഹ്മണാസ് ആയിക്കോട്ടെ, മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ, സിംഗേഴ്സ് ആയിക്കോട്ടെ, ഡാൻസേഴ്സ്, പല വിധത്തിലുള്ള സർവീസിൽ കൂടിയും വരുന്നവരുണ്ട്. കൂടാതെ ഇവിടെ ദേവദാസി എന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്ന, അപ്പൊ ആ കാലത്തെ റിക്രിയേഷൻ ഡാൻസ് കാണുക, പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ദേവദാസി സിസ്റ്റം എന്ന് പറയാ. ദേവന്റെ ദാസി എന്നാണ് അർത്ഥം ദേവദാസി എന്ന് പറയുമ്പോൾ. ഈ ദേവദാസിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ഭഗവാനെ കല്യാണം കഴിക്കുന്നു. ആർക്ക് വേണമെങ്കിലും ദേവദാസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. അവരെ സൊസൈറ്റിയിൽ അവർക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. ദേവദാസി എന്ന് പറയുന്നത് പ്രത്യേക സ്ഥാനമാണ്. ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല അതിലേക്ക്. ഇനി റിലീജിയൻ എന്താന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവിധമായിട്ടുള്ള ഹിന്ദുയിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, ബുദ്ധിസം കുറച്ച് കാണാം, ശിവ ഉണ്ട്. എല്ലാം കൂടെ ഒരു കംപ്ലീറ്റ് ഒരു തിരുനാവുക്കരശ് എന്ന് പറയുന്നത് അപ്പനാറാണ്, സെയിന്റ് ആണ്. അപ്പോ ഇവിടെ ജാതി മത വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ജീവിച്ചു പോരുന്നു. 100ഓളം ബുദ്ധിസ്റ്റിന്റെ മൊണാസ്ട്രി ഉണ്ടായിരുന്നു, 10,000 ബുദ്ധിസ്റ്റ് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ബുദ്ധിസം, പിന്നെ ഹിന്ദുയിസം, ശൈവയിസം എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള റിലീജിയൻ ആണ്. ഇനി ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ടെമ്പിളിന്റെ ബിൽഡിങ്സിന്റെ റോക്ക് കട്ട്, മല കട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കോട്ടയിലാണ് മരങ്ങൾ, വലിയ വലിയ റോക്കിനെ അവര് സ്ട്രക്ചർ ആക്കി മാറ്റുകയാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഓരോ യുദ്ധം കഴിയുമ്പോഴും ഓരോ കോട്ട ഉണ്ടാകും, ഓരോ കോട്ടകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രാജാക്കന്മാര്, രാജാവ് ഏത് രാജാവിനെ വർഷിപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നു അതനുസരിച്ച് ഡേറ്റിനെ കല്ല് കൊണ്ടുള്ള ശില ഉണ്ടാക്കുക, അതാണ് അർത്ഥം. അപ്പോ ഈ നരസിംഹവർമ്മൻ 2ാമൻ ടൈറ്റില് ശങ്കരഭക്ത എന്ന് വെച്ചാൽ, ഭക്ത എന്ന് വെച്ചാൽ ഭക്തി, ഭഗവാനോട് ഭക്തിയുള്ള ആളെന്നർത്ഥം. ശങ്കരഭക്ത എന്ന് വെച്ചാൽ ശിവനോട് ഭക്തിയുള്ളവൻ അർത്ഥം. അങ്ങനെ ഓരോരോ കല്ലുകൊണ്ട് കെട്ടിയ അമ്പലങ്ങൾ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൈലാസ്നാഥ് ടെമ്പിൾ കാഞ്ചീപുരത്തുണ്ട്, ശിവ ടെമ്പിൾ പെന്നാലയിലുണ്ട്, ഷോർ ടെമ്പിൾ മഹാബലിപുരത്തുണ്ട്. അതൊക്കെ റോക്കാണ്. അവിടെ ആ സ്ട്രക്ചറുള്ള റോക്കിൽ വന്നിട്ട് ശില്പികള് അതിനെ മാറ്റാണ്ട് അവിടെ തന്നെ അമ്പലമാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ടെമ്പിളാക്കി മാറ്റുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഇത്രയും വലിയ റോക്കിനെ ഒന്നും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ.
ഇനി ഭക്തി മൂവ്മെന്റ് എന്ന് വെച്ചാല് ഭക്തി മൂവ്മെന്റിൽ ഏത് വിധത്തിലുള്ള ഭക്തിയാണ് ഭഗവാന്? റിലീജിയസ് ആയിട്ടുള്ള ഭക്തിയാണ്. നമുക്ക് വിഷ്ണുവിനെയും ഭജിക്കാം, ശിവനെയും ഭജിക്കാം. ആ പീരീഡിനാണ് ഒരു ഗ്രൂപ്പുകാര് വിഷ്ണുവിന് വൈഷ്ണവേറ്റ്സ് എന്ന് പറയും, ഒരു ഗ്രൂപ്പുകാർ ശൈവേറ്റ്സ് എന്ന് പറയും. അവര് ഇതിൽ ആ ടൈമിന്റെ പീരീഡിനാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്, ഭക്തി മൂവ്മെന്റ്. ആ കാലഘട്ടത്തിൽ എഴുതുന്ന ലിറ്ററേച്ചറാണ് സംഘം ലിറ്ററേച്ചർ ആയിട്ട് വരുന്നത്. 3 വിധത്തിലുള്ള ഭാഗങ്ങളായിട്ടാണ് അതിന് സംഘം തമിഴകത്തില് സംഘം ലിറ്ററേച്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള 5 ഡിവിഷനില്. ഇതിൽ കൂടെ ഈ ഡേറ്റീസ്, ഞാൻ ശിവഭക്തനും കമലഹാസന്റെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നല്ലോ, വൈഷ്ണവ ഭക്തികളും ശിവഭക്തികളും, അതനുസരിച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കും, അതനുസരിച്ച് റൈറ്റിങ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഡേറ്റീസിന്റെ വിശ്വാസം അനുസരിച്ചിട്ടാണ്, അതിന്റെ ബേസ്ഡ് ആയിട്ടാണ് സംഘം ലിറ്ററേച്ചറിലെ എല്ലാ കഥകളും അതിനെ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി യോഗിനി കൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ശക്തിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. അതായത് സ്ത്രീനെ ലാൻഡായിട്ടും പ്രൊഡക്ടിവിറ്റി എന്നുള്ള ലെവലിലും ശക്തിനി കൾട്ട് ഉണ്ട്. അത് 64 യോഗിൻസ് ഉണ്ട്. അവർ പല സ്ഥലങ്ങളിൽ സ്ത്രീ ദൈവങ്ങള്, ശക്തി, പാർവതി, ലക്ഷ്മി, ഇങ്ങനെ പല വിധത്തില് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു. ഇനി സാൻസ്ക്രിറ്റും ലിറ്ററേച്ചറും ഏത് വിധത്തിലുള്ള ലാംഗ്വേജിൽ വെച്ചാൽ തമിഴ് ഉപയോഗിച്ചിരുന്നു, സാൻസ്ക്രിറ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റിൽ കൂടെ അവര് കൂടുതലായിട്ട് ലിറ്ററേച്ചർ സാൻസ്ക്രിറ്റിലാണ് ഭക്തി മൂവ്മെന്റിൽ നടന്നിട്ടുള്ളത്. ഇത് കൂടാണ്ട് വൈഷ്ണവ പോയറ്റ്സ് എഴുതുന്നുണ്ട്. സാൻസ്ക്രിറ്റ് കോർട്ട് ലാംഗ്വേജ് ആക്കി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ കൊണ്ടുവന്നു. ഓക്കെ, സംഘം ലിറ്ററേച്ചർ വലുതാണ്. കലാചുരീസിലും ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരും ഇതേമാതിരി എഴുതുന്നു. ഇനി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വരുമ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷനും കോൺഫ്ലിക്ട്സും ആർട്ടിസൻസും ഇതെല്ലാം കൂടെ കോമ്പിനേഷനിലാണ് ഈ പല്ലവ പാണ്ഡ്യ ഗ്രാനൈറ്റ്, കല്ലായിട്ടുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ് റോക്ക് കൺസ്ട്രക്ഷൻ ആണ് അവർ ചെയ്തിരുന്നത്. മൊണോലിത്തിക് എന്ന് വെച്ചാൽ ഒറ്റക്കല്ല് രഥം, മാമലപുരത്തുള്ളത് ഒറ്റക്കല്ലിനെ അവര് രഥമല്ല, അത് ഒരു പാറേനെ കല്ലാക്കി ക്രോക്കട്ട് ടെമ്പിൾ എന്നാണ് അതിന് പേര് പറയാ. ഇനി ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുന്നു. ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഇവരുടെ വീക്ക്നെസ് എന്തായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും വലിയ ചാലൂക്യാസ് തകർന്നു പോയി, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പരാമർശങ്ങളായിരിക്കും. അപ്പോ ഡീസെൻട്രലൈസ്ഡ് റൂള്, അല്ലെങ്കിൽ ഇങ്ങനെ വിഭജിച്ചു കൊടുത്തിട്ടുള്ള റൂള് കാരണം ഇവർക്ക് ഒരു ഫ്യൂഡേറ്ററി, കൊടുക്കുന്ന ആള് ഞാൻ പ്രധാനി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനൊരു കാര്യം വരുന്നു. പിന്നെ കൂടാണ്ട് യുവരാജാക്കന്മാരെ അപ്പോയിന്റ് ചെയ്തിരുന്നു. എന്നിട്ട് ആ യുവരാജാക്കന്മാർ എന്താ ചെയ്യുക, അവർക്ക് തന്നെ ഒരു മന്ത്രി പരിഷത്ത് കുറച്ച് ആൾക്കാരെ വയ്ക്കും. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷൻ ഓഫ് വർക്ക്, അത് ഒരു കുറച്ച് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം അതിങ്ങനെ തകർന്നു പോകാനുള്ള കാരണം. ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമമാണ്. അതിൽ സ്വന്തമായിട്ടുള്ള ആർമി ഉണ്ടാക്കിയിരുന്നു, ജുഡീഷ്യൽ ഫങ്ഷൻസ് വെച്ചിരുന്നു. മഹാജൻസും അവരുടെ ആർമി അസംബ്ലിയിൽ ഉണ്ടായിരുന്നു, മഹാജനാസ്. ഇനി അവരുടെ ബാക്ക് ബോൺ. എല്ലാ കൺട്രിയുടെയും വ്യവസായം, വ്യാപാരവുമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ എക്കോണമി. പൈസയുടെ കാര്യങ്ങള് ലിബറൽ ആയിട്ടുള്ള ഗ്രാന്റ് കൊടുത്തിരുന്നു ജൈനീസിനും ശൈവൈറ്റ്സിനും. സ്വേൻസാങ്ങിന്റെ ടൈമിലും നമ്മൾ ബുദ്ധിസ്റ്റുകാർ വരുന്നതും അവരവിടെ താമസിക്കുന്നതിനെ പറ്റിയൊക്കെ പരാമർശിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ ഇത് കൂടാണ്ട് മാരിടൈം ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ കടൽ മുഖാന്തരമുള്ള ട്രേഡ്, അതാണ് അടുത്ത ഭാഗം. ഗോവ വഴിയും മാരിടൈം ട്രേഡ് വഴി അവര് ഒരുപാട് സാധനങ്ങൾ, വ്യാപാരം, ട്രേഡ് എന്ന് വെച്ചാൽ വ്യാപാരം എന്നർത്ഥം, ട്രേഡ് നടത്തുന്നു. കടമ്പാസിന്റെ പ്രോസ്പെരിറ്റി കൂടുതലായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈ കടൽ മുഖാന്തരമുള്ള കച്ചവടം വഴി കിട്ടുന്ന ബെനിഫിറ്റ്. ഓക്കെ, ഇനി ചാലൂക്യാസ്, ബഡാമിയിൽ വരുന്ന ചാലൂക്യാസും ഇതേമാതിരി തന്നെ ബീജാപ്പൂരിലുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. പുലികേശനാണ് ഫൗണ്ടർ ആയിട്ടുള്ളത്. ആ മലയിനെ ഒരു സ്ട്രോങ് ഫോർട്ടാക്കി ഉണ്ടാക്കുകയും അതിന് എക്സ്പാൻഷൻ പ്രോപ്പർട്ടീസ് ആക്ടിവിറ്റീസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് കൂടാണ്ട് ബൻവാസി സൗത്തിലും മൗര്യാസ് ഓഫ് കൊങ്കനും ഇവരുടെ കൂടെ വരുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് എടുക്കുകയും
ടെറിട്ടറി ആയ കീർത്തിവർമ്മനാണ് അടുത്ത ഗ്രോയിങ് എക്സ്പാൻഷൻ ആയിട്ട് വരുന്നത്. പുലികേശൻ സെക്കൻഡ് തൻ്റെ കിങ്ഡത്തിനെ എത്രത്തോളം എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്പാൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ എക്സ്റ്റൻഷനിൽ സൗത്ത് കർണാടക, ആൽപാസ് ഓഫ് വെസ്റ്റ് കോസ്റ്റ് ഇതിനെയൊക്കെ സബോർഡിനേറ്റ് ഉണ്ട്. പിന്നെ നോർത്തില് ആർമീനെ പറഞ്ഞു വിട്ട് നർമ്മദ റിവർ വരെ പോവാണ്. അതായത് മാൽവ ഏരിയ, സദേൺ ഗുജറാത്ത്, അവിടെയാണോ ലാറ്റാസ് ഉള്ളത്, മാൽവാസ് ഉള്ളത്, ഗുർജാരാസ്, അവരെ കൂടെ തന്റെ കൺട്രോളിൽ വരുന്നു. കാരണം ഞാൻ പറയുന്നത് ഉദ്ദേശിച്ച് മനസ്സിലാക്കണം, ആ ഗുജറാത്ത് ഏരിയ വരെ പോകുന്നു. ഇവിടുന്ന് ഈ സെൻട്രൽ അമേരിക്ക, സെൻട്രൽ ഇന്ത്യയുടെ പെനിൻസുലർ ഭാഗത്ത് നിന്ന് അവരവരെ പോകുന്നു എന്നർത്ഥം. പിന്നെ അതുകൂടാണ്ട് ഹെഡ് ഓൺ എഗെയിൻസ്റ്റ് ആരൊക്കെയായിട്ടാണ്? കനൗജിലുള്ള ഹർഷനായിട്ടും പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയും ആ രാജ്യം അടിച്ച് വിക്ടറിയാക്കി നർമ്മദയിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. പുലികേശൻ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ഈസ്റ്റേൺ പുലികേശൻ, ഈസ്റ്റേൺ ഡെക്കാൻ, വെസ്റ്റേൺ ഡെക്കാൻ, കൃഷ്ണ ഗോദാവരി റിവറിലാണ് ഡെൽറ്റാസ്. ഇത് ഈ പല്ലവാസുമായിട്ടുള്ള ഫൈറ്റിനുള്ള കാരണമാകുന്നു. മഹേന്ദ്രവർമ്മനും ഒരു ഇതേമാതിരി ഭയങ്കര ആഗ്രഹമുള്ള രാജാവായിരുന്നു. അങ്ങേരും ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും അതിൽ കൂടെ അവര് കാഞ്ചീപുരം പിടിച്ചെടുക്കുന്നു. പുലികേശൻ സെക്കൻഡ് ബ്രദർ വിഷ്ണുവർദ്ധനും ആന്ധ്ര കൺട്രി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഈസ്റ്റേൺ ചാലൂക്യാസ് വെങ്കൈ തീർന്ന ഗോദാവരി കൃഷ്ണ ഡെൽറ്റയിൽ വെച്ച് കാണുന്നു. നരസിംഹൻ ആദ്യത്തെ നരസിംഹൻ വലിയ ചാലൂക്യ കിങ് ആയിരുന്നിട്ട് കൂടിയും ഫോഴ്സസ് എവിടെ വരെ കൊണ്ടുപോയി? മാക്സിമം മദനമി വരെ കൊണ്ടുപോയി. എന്നിട്ട് അത് ജയിച്ച ശേഷം അവിടുത്തെ റോക്കിൽ ഇൻസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ വിജയിച്ചു എന്നുള്ളത്. അതിന് കൂടാണ്ട് ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ ചാലൂക്യാസും പല്ലവാസും എനിമിറ്റി ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരുന്നു. ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഡക്കാനിലുള്ള ചാലൂക്യാസ്, രാഷ്ട്രകൂടാസ് ഒരു ബ്രാഹ്മണിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബ്രാഹ്മിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവർക്ക് സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലൂസായിട്ട് നിറ്റ് സാമന്ത ടൈപ്പ്. സാമന്ത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ജമീന്ദാർ, അതിനാണ് സാമന്ത എന്ന് പറയാം. നമ്മൾ ഹിന്ദിയിൽ ജമീന്ദാർ എന്ന് പറയും, ഇവിടെ സാമന്ത. അവർക്ക് ടൈറ്റിൽ, ഓരോ കാര്യങ്ങൾക്കും അവർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ടൈറ്റിലും കൊടുക്കും, അവർക്ക് പവർ കൊടുക്കും. ഈ പവർ വഴി അവർക്ക് മിലിറ്ററി മെയിൻറ്റെയിൻ ചെയ്യാം. രാജാവിന്റെ ആവശ്യം വരുമ്പോൾ 10 സാമന്ത ഉണ്ടെങ്കിൽ 10 സാമന്തയുടെ ചെറിയ ആർമി വരുമ്പോൾ രാജാവിന് ഒരു വലിയ ആർമി കിട്ടുന്നു. അങ്ങനെ വരുന്നു. ഈ അഡ്മിനിസ്ട്രേഷൻ കൂടെ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൂടെയും അതേമാതിരി തന്നെ ടാക്സേഷനും ഇതേമാതിരി അവർ പിടിച്ചോണ്ടിരുന്നു. ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ടാക്സ് ആണ് എടുക്കുന്നത്. നെയ്ബറിംഗ് കൺട്രികളിൽ നിന്ന് റോയൽ ഫാമിലിയിൽ വരുമ്പോഴത്തേക്കും ഈ റോയൽ ഫാമിലിയും സ്ട്രാറ്റജിക് പോയിന്റിലെ ട്രാൻസിറ്റ് സോണും അല്ലെങ്കിൽ പവർ മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടവും നമ്മൾ തമിഴിലും ആന്ധ്ര റീജിയനിലും കണ്ടിട്ടുണ്ട്. ഇനി ഹൈ സൗണ്ടിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഓരോ രാജാക്കന്മാരും അവനവന്റെ പേരിന്, ഞാൻ നേരത്തെ പറഞ്ഞു, സാധ്യ, ശ്രീപാർത്തി വല്ലഭ, മഹാരാജ, വലിയ വലിയ പേരുകള്, ആ പേര് തന്റെ പേരിന്റെ കൂടെ ചേർക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഈഗോ ബൂസ്റ്റർ. രാജവിത്രം ഇത് എന്താ വെച്ചാൽ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാണ്, റോയൽ ഓർഡർ ആണിത്. രാജപത്രം, നിന്റെ പേര് നാളത്തോട്ട് ഇങ്ങനെ എന്നുള്ള ഒരു ഓർഡർ കൊടുക്കുന്നു. അതേമാതിരി പെറ്റീഷനേഴ്സ്, അതേമാതിരി തന്നെ റൈറ്റേഴ്സ്, രാജാവിനെ പറ്റിയുള്ള സ്തുതിപാഠകന്മാര് അല്ലെങ്കിൽ കോപ്പർ റൈറ്റിംഗ്സിൽ എഴുതുന്നവർക്കൊക്കെ ഇതിലേക്ക് അവര് സ്ഥാപിച്ചു വെക്കുകയാണ് എന്റെ പൊസിഷൻ, ഞാൻ ഇന്നതായിരുന്നു എന്നുള്ളതിന് ഒരു റെക്കോർഡ് എന്ന് പറയാം, റെക്കോർഡ് കീപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ലോക്കൽ റീജിയനിലിസിൽ നമ്മൾ നോക്കുമ്പോൾ ദിശ റീജിയൻസ് ഏതൊക്കെയാ? വിശ്യ, രാഷ്ട്ര, ദിശ. ഇതിൽ കൂടെ അവര് വിശ്വപതി, ദശകാരി, ഗ്രാമത്തിലെ വില്ലേജ് ഹെഡ്മാൻ അവർ കൺട്രോൾ ചെയ്യും. ലാൻഡിനെ കൺട്രോൾ ചെയ്യും, പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും, റീഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യും, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ നടക്കുന്നു. സെന്റർ പവർ വഴി ഡൈനാസ്റ്റീസിലെ ഹൈജനിക്കുള്ള പവർ വഴി സെന്റർ പവറാണ് അവർ യൂസ് ചെയ്യുന്നത്. കൂടെയും രാജാവ് മേലെ രാജാവിന്റെ കീഴിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. കുറച്ചായിട്ട് ഫേവർ ചെയ്ത് വരുന്നു. ചോളാസിന്റെ കാര്യം പറയുമ്പോൾ ചോള, ചേര, പാണ്ഡ്യൻ, കാവേരി വാല്യൂ ആണ്.
ഈ ചോളാസിന്റെ വിജയാലയ സീസ് ചെയ്ത് തഞ്ചാവൂറാണ് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. അവരും അവിടെ അവരുടെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ചോളാസിനെ നമ്മൾ ട്രേസ് ചെയ്യുന്ന സൂര്യവംശത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇൻസ്ക്രിപ്ഷൻസ് വഴിയും ചോളാസിന്റെ ബേസ് ആയിട്ട് ഇതിഹാരം വരുന്നുണ്ട്. സാൻസ്ക്രിറ്റ്, ബ്രാഹ്മണിക്കൽ എല്ലാ കാര്യങ്ങളും ക്ഷത്രിയന്മാരെന്നാണ് അവരുടെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സബിക്സ് ചെയ്യുന്നുണ്ട്. ചോളയുടെ രാജാവ് ക്ഷത്രിയ സ്റ്റേറ്റസിലേക്ക് കൊണ്ടുവരികയും അത് അവര് പ്രാധാന്യം, ചോള കിങ്ഡമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഇതേ നാട്ടാർ എന്നാണ് അഡ്മിനിസ്ട്രേഷൻ പറയുക. ഈ നാട്ടാർ അഡ്മിനിസ്ട്രേഷൻ വഴി നാട്ടിന്റെ ആള്, ലോക്കാലിറ്റി നാട്ടാർ. അത് കൂടാണ്ട് ദേവദാന, കരിമട്ടി, ഇവരൊക്കെ എല്ലാം കൂടെ കംപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവര് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. വേലാങ്കി വില്ലേജസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഏത് രാജ്യമാണോ വേലങ്കി എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നവരാണ് വെള്ളാളന്മാർ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോ ഈ കംസവർണ്ണനും വെള്ളാങ്കി വില്ലേജസ് ഓരോ രാജ്യത്തിലും ഓരോ ലാൻഡിലും അതിന്റെ ഫെർട്ടിലിറ്റി അനുസരിച്ചായിട്ടേക്കും അതിന്റെ ധാന്യങ്ങൾ മാറുന്നത്. ഇനി എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളാളാസ്, ഇവര് കണക്കെഴുത്തന്മാരാണ്. അതായത് വെള്ളാളാസ് കൾട്ടിവേഷൻ ചെയ്യുന്നതിനെ പറ്റിയും അതിന്റെ സൂപ്പർവിഷൻ, അതിന്റെ സെയിൽസ്, അതിന്റെ പർച്ചേസ്, അതിന്റെ റെക്കോർഡ് കീപ്പിംഗ് പീപ്പിൾ ആണ്. അവർക്ക് അവരുടെ ഊറിന് ഉദയകൻ, കിലൻ, വേലൻ, പെരിവാരൻ ഇങ്ങനത്തെ ടൈറ്റിൽസ് ഒക്കെ രാജാവ് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു അസംബ്ലി മാതിരി അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം അവര് നോൺ ബ്രാഹ്മണ ലാൻഡ് ഹോൾഡേഴ്സ് ആണ്. ബ്രാഹ്മിൻസിന്റെ മാതിരി പൂജാതികളല്ല ചെയ്യുന്നത്, പക്ഷെ ഇവര് വ്യവസായം ചെയ്യുന്നവരാണ്. നാടെന്ന് വെച്ചാൽ ചെറിയ ഭാഗം, യൂണിറ്റ്, സ്മോൾ യൂണിറ്റ്, നാഡൂസ്, വില്ലേജ്, ബ്രഹ്മഹത്യ. അതില് ചെറിയ നാടുകളാണ് ലേറ്റർ ഓൺ വലിയ നാടായിട്ട് വളനാടായിട്ട് വരുന്നത്. സബ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. വേലവങ്കി വില്ലേജസും ഇതേമാതിരി തന്നെ നാടിലെ അസംബ്ലി വെച്ചിരുന്നു. നാട്ടാർ എന്ന് പറയുന്നത് ആ നാടിൽ ഉള്ള ആൾക്കാരാണ്, നോക്കുന്നവരാണ് നാട്ടാർ എന്ന് പറയാ. അതുകൂടാണ്ട് അവരുടെ അഗ്രികൾച്ചർ, കളക്ഷൻ, സെറ്റിൽമെന്റ്, രാജാവിന് എത്ര കൊടുക്കണം, മന്ത്രിക്ക് എങ്ങനെ, ഇതൊക്കെ ഡിവിഷനായിട്ട് അവര് എഴുതി വെച്ചിരുന്നു. ഇറിഗേഷൻ വർക്ക് നോക്കണം, ടെമ്പിൾ ഡൊണേഷൻ നോക്കണം, ഇൻഡിവിജ്വൽ എത്ര നോക്കണം, ഡെപ്പോസിറ്റ് നോക്കണം. ഇതൊക്കെയാണ് അവരുടെ ഒരു അമ്പലത്തിന് ടാക്സ് ഫ്രീ ആയിട്ട് നട്രാഞ്ജലി എന്നൊരു സാധനം ഉണ്ട്. ഇനി കൊമരവാർ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നവര്, ഗവൺമെന്റിന് വേണ്ടിയിട്ട് റോയൽ ഒഫീഷ്യൽസ് ആണ് അവരുടെ ലാൻഡ് ഹോൾഡിങ്സ് എല്ലാം ലോക്കലായിട്ട് പറഞ്ഞു. ലാൻഡ് ചോളാസിന്റെയും വർക്കിലുണ്ടായിരുന്നു. ബ്രഹ്മഹത്യം നഗരം എന്ന് വെച്ചാൽ രാജ്യം, ചെറിയ നഗരത്തില് ബിസിനസ് നടത്തുന്ന ഭാഗത്തിനാണ് നഗരം എന്ന് പറയുന്നത്. അതേമാതിരി ബ്രാഹ്മാത്യസിനും ടാക്സ് ഇല്ലാത്ത ലാൻഡ് കൊടുത്തിരുന്നു. ഇനി സഭയില് ബ്രഹ്മണാസ് ഉണ്ട്, സഭ ആൻഡ് മഹാസഭ എന്ന് വെച്ചാൽ ഈ സഭയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് രാജാവിന്റെ പുരോഹിതന്മാരും. അവർക്ക് ഭക്തി മുഖാന്തരം രാജാവിനുള്ള സഹായ സഹകരണങ്ങൾ സഭയാണ് ചെയ്തു കൊടുക്കുന്നത്. ക്രാഫ്റ്റ് ആൻഡ് പ്ലേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എഴുതി ഓരോ കാര്യങ്ങള് സ്ഥാപിതമായ റെക്കോർഡാണ് സഭയിൽ വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഒറിജിൻ വന്ന് നമുക്ക് ധർമ്മമഹാസ്ത്രിക് നോംസ് എന്ന് പറയാം. എല്ലാ സഭയിലും കമ്മിറ്റിയിലുള്ളവർ സൂപ്പർവൈസ് ചെയ്യും. അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഗവൺമെന്റിന്റെ സഹായത്തിനാണ് അവർ ചെയ്യുന്നത്. നഗരം, വില്ലേജ് അല്ലെങ്കിൽ വലിയൊരു വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ടെക്നിക്കലി ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാണ് നഗരം. നഗരകാണി എന്ന് പറയുന്നതും ഇതേമാതിരി സെപ്പറേറ്റ് ആയിട്ട് ട്രേഡിങ് ചെയ്യുന്നവരാണ് നഗരത്തിൽ താമസിക്കുക. വ്യാപാരികൾ, കൊമേഴ്സ്യൽ സിസ്റ്റം, നമ്മളുടെ ലെവി സിസ്റ്റം, ടാക്സ് പിടിച്ചിരുന്നു. ആ ടാക്സിനൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യും. രാജാവ്, ഓഫീഷ്യൽസ്, മന്ത്രിമാര് എല്ലാം കൂടിയാണ് ഇവരുടെ ജഡ്ജ്മെന്റും ഒക്കെ ചെയ്തിരുന്നത്. വില്ലേജ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അവിടെയും ഇതേമാതിരി വില്ലേജ് ഹെഡ്മാൻ ഉണ്ടാവും. വളനാട് എന്ന് പറയുമ്പോഴത്തേക്കും പല നാടുകൾ ഒരുമിച്ച് ചേരുന്നതാണ് വളനാട്. ജസ്റ്റിസ് എങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ എല്ലാരും കൂടെ കമ്മിറ്റിയിൽ ഇരുന്ന് നാട്ടുകൂട്ടം എന്ന് പറയും തമിഴില്, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് പണിഷ്മെന്റ് കൊടുക്കുന്നതെന്ന്. അധികാരി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് അധികാരം ഉള്ളവൻ എന്നർത്ഥം, അധികാരി. അപ്പൊ അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. ഇനി ഇത് അധികാരീസും ഹോസ്റ്റലേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിലും ഇതേമാതിരി തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നതും. ഇതേ ഫോർമാറ്റിൽ തന്നെയാണ്
ലാൻഡ് റവന്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള റവന്യൂ. അതിനെ അവർ ട്രേഡിൽ കൂടി ഇംപ്രൂവ് ചെയ്യുന്നു, മർച്ചന്റ് കൂടി ഇംപ്രൂവ് ചെയ്യുന്നു. അത് സ്റ്റേറ്റിന്റെ പാർട്ടായിട്ട് വരുന്നു. ഇതോടുകൂടി ഈ ചാപ്റ്ററിൽ ഇത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻകം, ഹോസലെ ആയിക്കോട്ടെ, ചാലൂക്യ ആയിക്കോട്ടെ, ചോളയാനായിക്കോട്ടെ, ഏത് ഗവൺമെന്റ് ആയാലും ശരി, അവരുടെ ഇൻകത്തിന് അവരെ റവന്യൂ ആയിട്ട് കിട്ടുന്നതിന് അവരുടെ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് ഇത് ഞാൻ പൊളിറ്റിക്കലായിട്ട് വാർഫെയറിൽ വരുമ്പോഴത്തേക്കും എല്ലാ കൺട്രികളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വാർ വന്നു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിന്റെ ഭരണത്തിനെയും ആ രാജ്യത്തിന്റെ ഫൈനാൻസിനെയും എഫക്ട് ചെയ്യും.